ഹലോ, ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട സിനിമാപ്പറമ്പ് എന്ന പ്രദേശത്താണ്. ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇന്നത്തെ നമ്മളെ റെക്കോർഡിലേക്ക് പോകുന്നത് വിദ്യുത് വിഷ്ണു എന്ന 2ാം ക്ലാസ്സുകാരനാണ്. വിദ്യുത് വിഷ്ണുവിൻ്റെ പ്രത്യേകത, അദ്ദേഹം 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും ലോകത്തിലുള്ള മുഴുവൻ ദിനോസോറുകളുടെ പേരും തിരിച്ചറിഞ്ഞ് 1 മിനിറ്റിൽ 64 ദിനോസോറുകളെ തിരിച്ചറിഞ്ഞ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടാൻ ആ ഇവന്റിന്റെ ഭാഗമാവാനാണ് ഞാൻ വന്നത്. ദിലീപ് കാർട്ടൂണിസ്റ്റ് 4 ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ആളാണ്. ലാസ്റ്റ് ഫിഫ വേൾഡ് കപ്പിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ബൂട്ട് ഖത്തറിൽ വെച്ച് നടക്കുന്നത്, അതായിരുന്നു എൻ്റെ ലാസ്റ്റ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ഇന്ന് നമ്മുടെ കൊല്ലം ജില്ലയിൽ നടക്കുന്ന ഒരു ഒഫീഷ്യൽ ഗിന്നസ് അറ്റം ഇവന്റിലാണ് നമുക്ക് ഈ ലളിതമായ ചടങ്ങിൽ നടക്കുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം. പഠിക്കുന്ന സ്കൂളിലെ ടീച്ചേഴ്സാണ്. അവർ ഇൻഡിപെൻഡന്റ് വിറ്റ്നസ് എന്ന സ്വതന്ത്ര സാക്ഷികളാണ്. ഈ പറയുന്നത് കൃത്യമാണോ വ്യക്തമാണോ എന്ന് നിരീക്ഷിക്കാൻ വന്നതാണ്. സമയത്തിന് കൃത്യമാണോ എന്ന് കൃത്യപ്പെടുത്താൻ വേണ്ടിയാണ് ഗവൺമെന്റ് സർട്ടിഫൈ ചെയ്ത 2 ടൈം കീപ്പർമാരുടെ. എൻ്റെ പേര് ഷിബു ബേബി. ഞാൻ അന്നിക്കാവ് JMHS കായികാധ്യാപകനാണ്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ പഠനത്തെക്കുറിച്ച് മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ അവരുടെ എക്സ്ട്രാ ടാലൻറ്റ് രക്ഷകർത്താക്കൾ തിരിച്ചറിയുന്നു എന്നുള്ളതും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതും ഏറ്റവും ഒരു മഹത്തായ കാര്യം തന്നെയാണ്. കാരണം ഇന്ന് നമുക്കറിയാം, ട്യൂഷൻ സെൻ്ററുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മാർക്ക് എത്ര സ്കോർ ചെയ്യുക, എന്തിനാണ് മാർക്ക് എന്നുള്ളതിനെക്കുറിച്ച് രക്ഷകർത്താക്കൾ യാതൊരു ബോധ്യമില്ല. അപ്പം ആ മാർക്കിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ, അതായത് കുട്ടികൾക്ക്, അതായത് ഈ ഇൻബോൺ ടാലന്റ് എന്നൊരു സാധനം, ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് രക്ഷകർത്താക്കളെ സംബന്ധിച്ച് ഏറ്റവും മഹത്തായ കാര്യം. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ രക്ഷകർത്താവ് ഭാഗ്യവാനാണ്, കുട്ടി നല്ല ഉയരങ്ങളിലെത്തും. അത് അത്തരം ആ ഒരു സാഹചര്യം തിരിച്ചറിയാൻ സാധിച്ചു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിൽ. സാധാരണ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മളെന്ത് ചെയ്യുമ്പോൾ അന്നേരം എടുക്കും, ടെക്സ്റ്റ് ബുക്ക് എടുക്കും, മറിച്ച് നോക്കി കാണാതെ പഠിച്ചു, എത്ര പഠിച്ചാലും എന്ത് ചെയ്യുക, ഒരു കോൺഫിഡൻസ് ഇല്ല, വീണ്ടും ഇങ്ങനെ മറിച്ച് നോക്കിക്കൊണ്ടേ. എന്നാൽ ഇത്രയും നേരമായാണെങ്കിൽ ഇവിടെ എന്തോ നടക്കുന്നതെന്ന് പോലും ഒരു ചിന്തയില്ല, അതല്ലേ മോനെ? അപ്പം വളരെ ഹാപ്പി ആയിട്ട് മോനെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്നു. നീയും കൊണ്ടുപോയെങ്കിലൊക്കെ ഞാൻ ആശംസിക്കുന്നു. എൻ്റെ പേര് അനൂപ് ജെ ഫെർണാണ്ടസ്. ഞാൻ കുളക്കട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികാധ്യാപകനാണ്. എൻ്റെ മകളുടെ പ്രായം മാത്രമേ ഉള്ളൂ. ഇത് ഈ കുഞ്ഞ് ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ വീണ്ടും ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വളരെ അതിശയകരമായ ഒരു ഒക്കേഷനാണ്. നമ്മുടെ വിഷ്ണുവിൻ്റെ ഒരു മോൻ ഇത്തരം ഉയർന്ന ഒരു തലത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് ഇന്നലെ വിളിച്ചു പറയുമ്പോഴാണ് വാർത്തയൊക്കെ ഞാൻ അറിയുന്നത്. ഞാനും എൻ്റെ കുടുംബമൊക്കെ എത്ര അതിശയത്തോടു കൂടിയായിരുന്നു. ഓക്കെ, വളരെ സന്തോഷം. അടുത്തതായി വിദ്യുത് വിഷ്ണുവിന്റെ അടുത്ത ഗോൾഡ് മെഡൽ സമർപ്പിക്കും. അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദറിനെ മെഡൽ അണിയിക്കാൻ വേണ്ടി സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. മറ്റൊരു ഗ്രാൻഡ് ഫാദറും കൂടെ സാറിനെ ക്ഷണിക്കുകയാണ്. ശ്രീജ സിജു. ഞാൻ ഗ്രൂപ്പ് ഇന്റർനാഷണൽ സ്കൂളിലെ ടീച്ചറാണ്. വിദ്യുത് ഞങ്ങളുടെ സ്കൂളിലാണ് പഠിക്കുന്നത്. വിദ്യുതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സന്ധ്യാലക്ഷ്മി. എനിക്ക് വളരെയധികം അഭിമാനം തോന്നിയിരുന്നതും ഇത്രയും ഒരു കൊച്ചു കുട്ടിയെ കൊണ്ട് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയധികം, അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള പേരുകൾ പറയുക എന്ന് പറയുന്നത് ശരിക്കും സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഒരുപാട് ആശംസകൾ മോനെ ഭാവിയിലേക്കും ഇപ്പോഴേക്കും നേരുന്നു.
തൊട്ടടുത്ത മുതലാണ്, എപ്പോഴും കാണുന്നതാണ്, എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് ഓമനക്കുട്ടൻ. ഞാൻ അയൽവാസിയാണ്. എപ്പോഴും മോളിൽ നിന്നും ഈ മോനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. ഈ മോനെ സംബന്ധിച്ച് ഇത്രയും ഇരുന്നിട്ട് പോലും ഞാൻ ഇതുവരെ മനസ്സിലാക്കിയില്ല എന്നുള്ള ഒരു കുറ്റബോധത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ മോനുണ്ടാവും. ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. എന്നറിയായിരുന്നു നാട്ടിലാണ്. ഇതുപോലെ പ്രായത്തിൽ ഇത്രയും കഴിവുള്ള കുട്ടിക്ക് എല്ലാ ആശംസകളും നേരിടും. മാത്യു ഫിലിപ്പ്. ഞാൻ വിജയകുമാർ സാറിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ ജോലി ചെയ്തു. ഞങ്ങൾ ഈ അഭിമാനകരമായ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഏകദേശം 80 കിലോമീറ്റർ യാത്ര ചെയ്തു. ഇതറിഞ്ഞുകൊണ്ടായിരിക്കണം തയ്യാറെടുത്തിരിക്കുകയാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കാരണം വളരെ സന്തോഷമാണ്. നിങ്ങളിങ്ങോട്ട് വന്നപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയാണ്, പുതിയ കുട്ടികൾക്ക് ജനറൽ നോളജ് എന്ന് പറയുന്ന കാര്യങ്ങളില്ല. അവർക്ക് എന്താണ് ഇന്ന് ലോകത്ത് നടക്കുന്നത് അറിയില്ല. ഒരു വ്യത്യസ്തമായിട്ട് വിദ്യുതിനെ അറിയുമ്പോൾ ഇപ്രകാരം ഈ ഒരു പദവിയിലേക്ക് എത്താൻ വേണ്ടി വിദ്യുതരെ സഹായിച്ചു. അതിന് കാരണക്കരായ മാതാപിതാക്കളിലൊക്കെ ഭാഗ്യവരാണ്. ഇവരെല്ലാം അനുഗ്രഹിക്കേണ്ട പ്രാർത്ഥിക്കും. എല്ലാ ആശംസകളും. വളരെ ചെറുതിൽ ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ടായിരുന്നു. ഞങ്ങളൊന്നും ഡോക്ടർ ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പം ഞങ്ങൾക്ക് വളരെ അഭിമാനകരമായി ഇത് കേട്ടപ്പോൾ. ചെറുതിലെ കൊറോണ സമയത്തൊക്കെയാണ് ഇതിലോട്ട് കൂടുതൽ പറയുന്നത്. പക്ഷേ ഇവിടെ വരെ എത്തി അത് ഒരുപാട് സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അതിന് അങ്ങനെ വന്നതിൽ വലിയ സന്തോഷം. ഞാൻ വിഷ്ണുവിൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ എൻ്റെ മോനും ഇത് ഒരേപോലെയാണ് വളരുന്നത്. അപ്പം ഇവർ പഠിക്കുന്ന കാര്യത്തിൽ ഇതേപോലെ എല്ലാം ഷെയർ ചെയ്ത്, അപ്പം ആക്ച്വലി ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് നേരത്തെ നമുക്കറിയാം. ഇവനെ എല്ലാം ആൽഫബറ്റ്സ് പഠിക്കുന്ന മുന്നേ തന്നെ എല്ലാം കൂട്ടി വായിക്കും. അങ്ങനെയാണ് തന്നെ ബുക്ക് എടുത്തത്. നമ്മളങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് അവൻ്റെ കഴിവാണല്ല. അപ്പം അച്ഛനമ്മയാണെങ്കിൽ തന്നെ അതിനുള്ള എല്ലാ സപ്പോർട്ടും കൊടുത്തു. അപ്പം അവനതിൽ അങ്ങനെ ഒരു ഭാഗ്യവനുണ്ട്. എല്ലാവരും വിദ്യുതിന്റെ അമ്മയുടെ ഒന്ന് വലിയ കാരണം ഒരുപാട് നമ്മുടെ കുട്ടികൾക്ക് കഴിവുണ്ടാകും. പക്ഷെ രക്ഷിതാക്കൾ ആദ്യം കണ്ടെത്തില്ല, അധ്യാപകരും കണ്ടെത്തില്ല. അങ്ങനെ എത്രയോ ആളുകളെ ഞങ്ങൾ നിരന്തരം കാണുന്നുണ്ട്. അപ്പൊ ശരിക്ക് രണ്ടാമത്തെ വലിയ കയ്യടി കൊടുക്കേണ്ടത് അമ്മയ്ക്കാണ്. വിദ്യുതിൻ്റെ മാത്രമാണ് വളരെ ഒരു പ്രൗഡ് മൊമെൻ്റ് ആണിത്. എൻ്റെ ഫാദറാണ്. ഫാദറിന് നമുക്ക് ആദ്യം രണ്ട് കൈയ്യടി. കാരണം സാധാരണ ഈ ബിസിനസ്മാൻമാരൊക്കെ മക്കളെ ശ്രദ്ധിക്കാൻ പറ്റില്ല. അവർ ബിസിനസ്സിനെ ഇത് രണ്ടും ഒരുമിച്ച് ശ്രദ്ധിക്കുകയും ഒരുമിച്ച് സക്സസ് ആക്കി ചെയ്യുന്ന അദ്ദേഹത്തിന് നമുക്ക് നല്ല രണ്ട് ക്ലാസ് കൊടുക്കാം. ചെറുതായിട്ട് ഡൈനോസറിനെ കുറിച്ചൊക്കെ ഒരുപാട് പറയുമായിരുന്നു. അവന് ഇഷ്ടപ്പെട്ടുള്ള മൂവീസ് ആയാലും ഡൈനോസറിൻ്റെ റിലേറ്റഡ് ആയാലും ബാക്കി എന്തായാലും സിനിമകളായാലും ബുക്സ് ആയാലും വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ പറയുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്തായാലും ഗിന്നസ് ബുക്കിലേക്ക് അവർ കയറണമെന്നൊരു ആഗ്രഹമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനകൾ വേണം. എല്ലാവരും ആശംസകളും. 41-ലധികം പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡാണ്. Start. Plesiosaurus, Monosaurus, Velosaurus, Dinosaurus, Irorosaurus, Ankylosaurus, Allosaurus, Corythosaurus, Dilophosaurus, Amargasaurus, Amandosaurus, Tyrannosaurus, Tyrannosaurus, Medunosaurus, Megalosaurus, Oviraptor, Gallimimus, Gorgosaurus, Carnotaurus, Iguanodon, Diplodocus, Jumptrosaurus, Burian, Plesiosaurus, Spinosaurus, Hepatosaurus, Archaeopteryx, Albertosaurus, Ceratosaurus, Conchosaurus, Deinonychus, Kentosaurus, Ithiosaurus, Ceratosaurus, Pachycephalosaurus, Coryopteryx, Gyranosaurus, Carcharodontosaurus, Namangisaurus, Brachiosaurus, Suchomimus, Triceratops, Brachiomimus, Pangoraptor, Nodosaurus, Concholosaurus, Stegosaurus, Triceratops, Turon, Ankylosaurus, Torosaurus, Brachiosaurus, Torvosaurus, Tyrannotiger, Elotator, Deinonychus, Stegosaurus, Tarbosaurus, Giant Spinosaurus.